സുഖാണോ മോളെ? സുഖമായിട്ടിരിക്കുന്നു. അടിപൊളിയായിട്ടിരിക്കുന്നു. കണ്ടിട്ട് തോന്നുന്നില്ല സുഖമായിട്ടിരിക്കാന്ന്. വളരെ സുഖമായിട്ട്. വളരെ സുഖമായിട്ട്. നമ്മൾ രണ്ടും ബ്ലാക്ക്. ഇത് ബ്ലാക്കും വൈറ്റും എല്ലാം കൂടെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് അല്ല. മര്യാദയ്ക്ക് ആൻസർ പറഞ്ഞോ ചോദിക്കുന്നത് കേട്ടല്ലോ. വികൃതി കാണിക്കാൻ പാടില്ല. ആ ഓക്കെ. അടങ്ങി നല്ല കുട്ടിയായിട്ടിരിക്കുക. അത്ര അടങ്ങണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എക്സാം എല്ലാം കഴിഞ്ഞു? ഇങ്ങനെ വേണ്ട, കുറച്ചുകൂടെ ആളുമ്പാവാം. എല്ലാം കഴിഞ്ഞു. അന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ലൊക്കേഷനിലിരുന്ന് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. എക്സാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനാഗ്രേഷൻ കഴിഞ്ഞ ആ സമയത്ത് എക്സാം കഴിഞ്ഞിട്ട് വരുന്ന എക്സാം ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. പാസ്സാണോ? ചെലവ് പാസ്സായി കഴിഞ്ഞല്ലോ. ഞാൻ അന്ന് പറഞ്ഞല്ലേ, ഇപ്പോഴല്ലേ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലേ പാസ്സാവുന്നത്. അല്ലാതെ ഞാൻ പഠിച്ചോണ്ടല്ല പാസ്. അല്ല ഞാൻ പറഞ്ഞോ. അപ്പൊ ഒരാള് നല്ലത് പറഞ്ഞില്ലേ, അപ്പൊ ചെലവ് ചെയ്യേണ്ട ഓർക്കണ്ടേ? ഓക്കെ മോളെ, എല്ലാം അങ്ങനെ ഉണ്ട്. നന്നായിട്ട് എങ്ങനെ ആരെയും വിളിക്കുന്നത്? നമശിവായ അല്ലേ? നമശിവായ. ശിവനെ ഭയങ്കര ഇഷ്ടമാണോ? ശിവന്റെ നാളെന്താ? ആയില്യം. അതെ, അങ്ങനെ എപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ അത്. അപ്പൊ മാൻവിയടുത്ത് കൂടുതലായിട്ട് ചോദ്യങ്ങൾ, വിശേഷങ്ങൾ, പേഴ്സണൽ ക്വസ്റ്റ്യനൊന്നും ഇല്ല, ക്വസ്റ്റ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റാർ മാജിക്കിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു അനുവിനെക്കാട്ടിലും കൗണ്ടർ അടിക്കുന്ന മാൻവിയാണ്. വേണ്ട ആണോ? ഞാൻ ഇപ്പൊ കുറെ നാളായി സ്റ്റാർ മാജിക്ക് പോയിട്ട്. അല്ല ഇപ്പൊ ഇടയ്ക്ക് പോകാറില്ല. ഇല്ല, ഞാൻ കുറെ ഇപ്പൊ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും അതിന് മുമ്പുണ്ടല്ലോ. അതിന് മുമ്പുണ്ടായിരുന്നു. ഈ സ്റ്റാർ മാജിക്കിൽ പോകുമ്പോഴേ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴേ മാൻവി അപേക്ഷ പോകുകയാണെങ്കിൽ വീട്ടിലെ ഇളയ കുട്ടിയല്ലേ, അപ്പൊ ആ ഗെയിംസും ആ വീട്ടിലെ ആ ഒരു ഇളയ കുട്ടി എന്നുള്ളൊരു പദവിയൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാം ഒന്നാണോ? വീട്ടിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഗെയിംസ്? വീട്ടിലെന്താ ഗെയിംസ് ഉള്ളത്? വീട്ടിലൊരു ഗെയിംസും ഇല്ലേ? വീട്ടിലെന്താ ചെയ്യാന്നേരം? വീട്ടിലൊന്നും ചെയ്യുന്നില്ല. ഈ കുട്ടി എന്താ ഇങ്ങനെ? ഉറക്കെ പറ. അങ്ങനെ പറ. മാൻവി അന്ന് കണ്ടതിനേക്കാൾ ഭയങ്കര സുന്ദരിയായിട്ട്. മേക്കപ്പ് ഉണ്ടെങ്കിൽ എന്താണ് സൗന്ദര്യം എന്ന് പറയുമ്പോ പറ. ഓം നമശിവായ പറ. എന്തിനാ കൊടുക്കണം അങ്ങനെ വിളിക്കുന്നത്? അല്ല, എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ വിളിക്കുമ്പോ എല്ലാം ഓം നമശിവായ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ താഴെ വന്ന് വിളിച്ചപ്പോ വാഴക്കപ്പം കഴിച്ചോണ്ടിരിക്കാണ്. എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന അപ്പഴാ, ചായ കുടിക്കുമ്പോ വിളിക്കുന്നു. പക്ഷെ വെയിറ്റ് കുറഞ്ഞല്ലോ കണ്ടിട്ട്. ബ്ലാക്ക് ഡ്രസ് ഇട്ടോണ്ടാ. ബ്ലാക്ക് ഡ്രസ് ഇട്ടാ വണ്ണം കുറയും. ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒതുക്കം തോന്നും. അങ്ങനെ തോന്നും. ആ ഓക്കെ. അപ്പൊ അന്നേരം എനിക്ക് അങ്ങനെ തോന്നി. വണ്ണം കുറഞ്ഞിട്ടില്ല. ഇപ്പം നിലവില് നമ്മളിപ്പോ കനൽപ്പൂവാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു പന്ന കഥാപാത്രമാണ് ചെയ്യുന്നത്. കുശുമ്പു അസൂയൊക്കെ കരയുന്ന കഥാപാത്രമാണ്. ഞാൻ കണ്ടായിരുന്നു. നന്മയുള്ള ഒരു കഥാപാത്രം. കുറച്ച് കരയും, കുറച്ച് അതായത് നല്ല ക്യാരക്ടർ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് പോസിറ്റീവായിട്ട് ചെയ്തൊരു ക്യാരക്ടർ. ഇതുവരെ ആദ്യം ചെയ്തോണ്ടിരുന്നതൊക്കെ അഭിനയം അല്ലായിരുന്നു, ലൈഫിൽ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കുന്നു. അങ്ങനല്ലേ? അതല്ലേ ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നത്, അഭിനയിക്കുന്നത്. ഒന്ന് കാണിച്ച ക്യാമറ ഇല്ല, നിങ്ങൾക്ക് തമ്മിൽ ഇടാനല്ലേ ചെയ്യില്ല. അതിപ്പോ എല്ലാം കിട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇതിലെ കഥാപാത്രം പറഞ്ഞു. ഇതിലെ കഥാപാത്രത്തിന്റെ പേര് മൈഥിലി എന്നാണ്. ഇവര് 4 ആണുങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുള്ള 3ാമത്തെ ആളുടെ വൈഫായിട്ടാണ്. എന്താ കുറച്ച് ഈ ക്യാരക്ടറിന് കുറച്ച് കുസൃതിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡൊന്നും ഇല്ല, പോസിറ്റീവ് ക്യാരക്ടർ. കഥാപാത്രത്തിന്റെ പേര് മൈഥിലി. മൈഥിലി എന്ന് പറയുമ്പോ തന്നെ അതിന്റെ മൈഥിലിയുടെ അർത്ഥം അറിയാമോ? മൈഥിലിയുടെ പേരിന്റെ അർത്ഥം അറിയാമോ? എനിക്കറിയില്ല. അത് അറിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് നടക്കുന്നുള്ളൂ. അല്ല, ഷൂട്ടുണ്ട്. അല്ല, മൈഥിലിയുടെ അർത്ഥം അറിയത്തില്ല. എനിക്കറിയില്ല. ഇത്രയും നല്ലൊരു ക്യാരക്ടർ, ഇത്രയും നല്ലൊരു പേര് കിട്ടിയിട്ട് മൈഥിലിയുടെ അർത്ഥം അറിയത്തില്ലെങ്കിൽ അത് മോശമാണ്. പറയട്ടെ, മൈഥിലിയുടെ അർത്ഥം പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെലവ് വരൂ. ചേട്ടന് പറയണമെങ്കിൽ പറയാം, എനിക്കും അറിയില്ല. ഇതിന്റെ ഡയറക്ടറിന്റെ പേരെന്താ? അഭി. പ്രൊഡ്യൂസർ ബൈജു ദേവരാജ്. അപ്പം ഇതിനകത്ത് കോ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത്, അതായത് ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ആരാ? എല്ലാം പറയണല്ലോ. ഇന്നത്തെ കഥാപാത്രത്തിന്റെ അതല്ല, നിന്റെ അല്ലെന്ന് എത്ര മൈഥിലി പറയുന്നത്. പിന്നെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ എന്റെ കഥാപാത്രത്തിന്റെ പേരല്ലേ? ദാവൂദിന്റെ കഥാപാത്രത്തിന്റെ പേര് പറ. ഹസ്ബൻഡ്. ബ്ലാങ്ക് ആയി പോയല്ലോ കർത്താവേ. ഇതാണ് ഞാൻ പറയുന്നത്. ചില ക്വസ്റ്റ്യൻ കറക്റ്റ് അസ്ഥാനത്ത് ചോദിക്കുമ്പോ ഇങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത്. പേര് പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് അവിടെ ദണ്ഡിക്കാനും പാടില്ല. ഇപ്പൊ ഞാൻ വിളിക്കും. ഇല്ല, എനിക്ക് അറിയാലോ. പറഞ്ഞോ. ആ ക്യാരക്ടർ എന്താ വിളിക്കുന്നത്? ചേട്ടാന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. അല്ല, ഞാൻ പേര് കൂടിയാ വിളിക്കണേ. അതില് മറന്നുപോയത്. ഇത്തിരി മുമ്പേ കൂടെ അഭിനയിച്ചേ ഉള്ളൂ. ഓം നമശിവായ. പേരാലോചിക്കൂ. അജയൻ. ഉറപ്പാണ്? ചോദിച്ചു നോക്കട്ടെ അജയനാണോ? അജയനാ. ഈ എത്ര എപ്പിസോഡ്സ് ഇപ്പം 700 കഴിഞ്ഞു അറിയാം.
മാൻവി എത്ര എപ്പിസോഡ് അതിനകത്ത് വന്നിട്ട്? എപ്പിസോഡ് വൈസ് നമ്പർ എനിക്കറിയില്ല, ഒരു വർഷമായി. കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. 350 കൂട്ടാം. ഇപ്പൊ 2 വർഷമായില്ലേ ടോട്ടലി വന്നിട്ട്? ആ, സീരിയൽ 2 വർഷമായി. 2 വർഷമാണ് വന്നു. അപ്പൊ ഈ ഒരു വർഷത്തെ ജേണിയിൽ എന്തൊക്കെ കുറച്ചും കൂടെ അഭിനയം പഠിച്ചോ? പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഡെയിലി സീരിയലൊന്നും അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? മുന്നത്തെ സീരിയൽ ഞാൻ കുറച്ച് പഠിച്ചു, ഇവിടുന്ന് ഞാൻ കുറച്ച് പഠിക്കുന്നു. എല്ലായിടത്തും ഇനി അടുത്തൊരു സീരിയൽ ചെയ്യുമ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് പഠിക്കും. അങ്ങനെ പഠിച്ചെല്ലാം കൂടെ കൂട്ടിയിട്ട് പഠിച്ചെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ വരുന്നുണ്ട് ഇല്ലയോ? അതായിരിക്കും പറയാൻ വന്നത്. ഞാൻ മാൻവി ആദ്യം നേരെ പോയി കണ്ടപ്പോ തന്നെ ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഓടി വന്നിട്ട് എന്റെ ഈ വിരല് പിടിച്ച് ഒടിക്കുകയാണ് ചെയ്തത്. എന്റെ പിടിച്ച് ഒടിച്ചിട്ട് ചോദിച്ചു എന്താ മനുഷ്യ ഇവിടെ എന്ന് ചോദിച്ചു. ആദ്യമാണ് കണ്ടത്. വളരെ സന്തോഷമുണ്ട്. ആ ഒരു സ്നേഹം ഇപ്പോഴും കാണിക്കുന്നുണ്ട്. കല്യാണം ഉടനെ ഉണ്ടോ? ഇല്ല. ഈ ഐശ്വര്യയുടെ കല്യാണത്തിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയത് മൊബൈലിന്റെ പൗച്ച. എന്താ പറയാ, അതാ ഞാൻ വെയിറ്റ് ചെയ്തത്, എന്താന്ന് അറിയണമല്ലോ. ഒരു ഗ്രീൻ, അതെ അതെ, അത് ഭയങ്കരമായിട്ട് തമ്പൊക്കെ കൊടുത്തു. മാൻവിയുടെ മൊബൈലിന്റെ പൗച്ച് കണ്ടോ? പച്ച തവള. അത് ഞാൻ ആക്ച്വലി നോക്കി മേടിച്ചതാണ്. ഞാൻ മുമ്പ് ഒരു കൊറിയൻ സീരീസ് കണ്ടിട്ടുണ്ട്, ഹിഡൻ ലവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ആ ക്യാരക്ടർ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ സമയത്ത് കുറെ തപ്പി, ഇതെനിക്ക് എവിടെ നിന്നാ കിട്ടണേന്ന് അറിയില്ലല്ലോ. പിന്നെ നോക്കി നോക്കിയപ്പോ അതേ സെയിം പൗച്ച്. അപ്പൊ തന്നെ മേടിച്ചു. ഏത് വയലിന്നാ പിടിച്ചത് തവളെ? പാലായിലുള്ള ഒരു വയലിന്നാ പിടിച്ചല്ലേ? പക്ഷെ അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. ആ കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല കല്യാണമായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒക്കെ ആഘോഷമായിരുന്നു തോന്നുന്നു. അതിനകത്ത് എന്താണ് കൂടെ പോയി എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്തായിരുന്നോ? കൂടെ പോയി പർച്ചേസ് ഒക്കെ ഐശ്വര്യയുടെ കൂടെ വേറെ ആരൊക്കെ പോയായിരുന്നല്ലോ? തലേന്ന് ഭയങ്കര ശ്രീവിദ്യയൊക്കെ ഭയങ്കരമായിട്ട്. ഞാൻ ഇവിടുന്ന് ഷൂട്ടിലായിരുന്നു. ഞാനും ചിലങ്ക ചേച്ചി ഇവിടെ ഷൂട്ടിലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി പോയി, വെളുപ്പിനെ തന്നെ ചേച്ചി എറണാകുളത്ത് നിന്ന് വന്നു, ഞാൻ പാലായിൽ നിന്ന് വന്നു. അങ്ങനെയായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഐശ്വര്യന്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് ചാടി. കല്യാണമൊക്കെ നല്ലായിരുന്നു. ഇതിനകത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു മാൻവി കഴിക്കുമ്പോ ഈ 5 വിരൽ കൂടാതെ ഒരു വിരലും 2 വിരലൂടെ കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നക്കുന്നതെന്ന് പറയും. ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ നക്കൂല. സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സദ്യയായിരുന്നു. ഈ മാൻവി അടുത്ത് ഒന്നും പറയാൻ പറ്റാത്തില്ല. തിരിച്ച് നമ്മുടെ അടുത്ത് പറയുന്ന പറഞ്ഞാൽ എതിരെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെതിരാ. പക്ഷെ ഞാൻ തടുക്കാൻ നോക്കും, ശ്രമിക്കും അല്ലേ? ഞാനും തടുക്കാൻ ശ്രമിക്കും. ഞാൻ ഒന്നും പറയാറില്ലല്ലോ. ഇല്ല. നമ്മുടെ ചാനലിന്റെ പേര് മൂവി വേൾഡ് മീഡിയ മിനി സ്ക്രീൻ എന്നാണ്. മൂവി വേൾഡ് മീഡിയ മിനി സ്ക്രീൻ. അതാ കണ്ടെന്ന് കാണിച്ചേ. എങ്ങനെ നമ്മള് മിനി സ്ക്രീനിലുള്ള ആൾക്കാരെയാണ് ഇപ്പൊ ഉൾപ്പെടുത്തുന്നത്. കാരണം നമ്മൾ മുന്നേ കുറെ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് അറിയാത്ത പോകുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, അവരെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോ ആണ്. അപ്പൊ മാൻവി എന്റെ കൂടെ ഒരിക്കൽ കൂടി വന്നിരുന്നത് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും ഇല്ല. ഞാൻ കൂളായല്ലോ. ഇനി ഇനി വിശേഷങ്ങൾ പറ. ഇനി വരാൻ പോകുന്ന ഭാവിയിൽ തീരാൻ പോകുന്ന വിചാരിച്ചോ? 10 മിനിറ്റ് എന്തോന്നടേ ഇത്? 10 മിനിറ്റ് എവിടെ ആയി? എന്താ ഇനി വിശേഷങ്ങൾ പറയൂ? ഈ സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു സീരിയലൂടെ ചെയ്യുന്നു, മഴവിൽ മനോരമയിൽ കഥാനായിക എന്ന് പറഞ്ഞു. ഈ 2 സീരിയൽ ചെയ്തു. അത് സ്റ്റാർട്ടിംഗ് ആണോ? അത് തുടങ്ങിയതേ ഉള്ളൂ? അത് കുറച്ചായതുള്ളൂ തുടങ്ങിയിട്ട്. കുറച്ച് എപ്പിസോഡ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയിപ്പോ അതിലെ കഥാപാത്രത്തിന്റെ പേരോട് ചോദിക്കാം. അതിലെ പേര് അമല. വിവാഹിതയാണോ അതിനകത്ത്? ഹസ്ബൻഡിന്റെ പേര് വൈശാഖ്. എന്താണ്? വൈശാഖ്. ആ ലൊക്കേഷനിൽ പോകുമ്പോ ചോദിക്കണം. അത് ഇല്ലേ? കൺട്രോളെ വിളിച്ച് ചോദിക്കണം. നിന്നോട് മാത്രമേ ചോദിക്കത്തുള്ളൂ. അല്ലെ, ഡിസ്ട്രിക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അത് കാണാതല്ലേ എഴുതേണ്ടത്. അല്ലാതെ കോപ്പി അടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്നലെ കുറച്ച് മുമ്പ് 5 മിനിറ്റ് മുമ്പ് വരെ ആ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ട് എനിക്ക് മനസ്സിൽ ദാവീദ് എന്നുള്ള പേര് നിൽക്കുക. അപ്പൊ എനിക്ക് മറ്റേത് വരുന്നില്ല. അപ്പൊ ഈ ഡയലോഗ് ദാവീദ് വിളിക്കപ്പെട്ടത് ഇല്ല. അപ്പൊ ദാവീദ് അല്ലല്ലോ മുമ്പിലുള്ളത്. ഇപ്പൊ ദാവീദ് ഏട്ടനാണല്ലോ.